അപ്പോൾ കവയുടെ ഭാഗത്താണ് നല്ല മഴ കേട്ടോ. കവയുടെ ഭാഗത്ത് ആ സൈഡ് അപ്പുറത്തുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് എന്താ പറയുക, വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടെ, ഡാമിലേക്ക് നോക്കിക്കോ. ആ ഭാഗത്ത് നല്ല മഴക്കാറുണ്ട്. കാണിച്ചു. അപ്പോൾ നമ്മൾ തെക്കേ മലമ്പുഴയ്ക്ക് വരുമ്പോഴേ ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം. നമ്മൾ മലൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ നൂല് പോലെയല്ലേ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ താഴെ എത്തുമ്പോൾ കണ്ടില്ല കേസ്, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇവിടെ വെള്ളച്ചാട്ടം കാണാം. വെള്ളച്ചാട്ടം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നല്ല മഴയാണ് കേസ്, മലമ്പുഴയിൽ മഴയാണ്. അപ്പോൾ നമ്മൾ കുറേ തവണ മലമ്പുഴയിൽ ഈ പ്രാവശ്യം വന്നു കേട്ടോ. അപ്പോഴൊന്നും മഴ കിട്ടിയിട്ടില്ല. ഇന്നത്തെ ദിവസം നല്ല മഴയാണ് പാലക്കാട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കവൻ്റെ ഈ റിസർവയറിൽ കുറച്ച് ഭാഗത്തൊക്കെ ആളുകൾ കുറച്ച് പേരുണ്ട്. പിന്നെ ആ ഭാഗത്ത് നല്ല മഴ വരുന്നുണ്ട്. കാണിക്കാട്ടെ കേസ്. ആ ഭാഗത്ത് ആൾക്കാരൊക്കെ ഡാമിക്ക് ഇറങ്ങിയിരിക്കണം. ഇവിടെ നിന്ന് മഴ അങ്ങോട്ട് പോയി, അതുകൊണ്ട് അല്ലേ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മലമ്പുഴയിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോഴേ ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം വന്നു എന്നാട്ടെ കേസ്. അതിൻ്റെ അർത്ഥം ഇവിടെ നിറയെ ഇവിടെ ഇത്രയും വെള്ളം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോകെ അല്ല പോകെ ഇതിലും നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഭാഗത്തൂടെയാണ് നമ്മൾ പോകാൻ പോണത്. നമ്മൾ കവൻ്റെ ഭാഗത്തല്ല, തെക്കേ മലമ്പുഴയ്ക്കാണ് കേസ് പോകുന്നത്. തെക്കേ മലമ്പുഴയാണ്. ഈ ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ അങ്ങ് പോകണട്ടോ. അവിടെ അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ കേസ്. എല്ലാ വർഷവും വരാറുണ്ട്. കവ ഭാഗത്താണ് ഭയങ്കരമായ മഴ. ആ ഭാഗത്തേക്കാണ് കേട്ടോ മഴ, ഇവിടെ ഇല്ലല്ലേ. അപ്പോൾ കവയുടെ ഭാഗത്താണ് നല്ല മഴ കേട്ടോ. കവയുടെ ഭാഗത്ത് ആ സൈഡ് അപ്പുറത്തുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് എന്താ പറയുക, വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടെ, ഡാമിലേക്ക് നോക്കിക്കോ. ആ ഭാഗത്ത് നല്ല മഴക്കാറുണ്ട്. കാണിച്ചു തരാം കേസ്. കണ്ടില്ലേ, അവിടെ അങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആ ഭാഗത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ് ഈ ഭാഗത്ത് ഇവിടെയൊക്കെ വലിയ മലകളൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അവിടെയൊക്കെ മലയാണ്, അതൊന്നും കാണുന്നില്ല, ഒക്കെ മൂടിയിരിക്കുകയാണ് കേട്ടോ. ഡാമിൽ പിന്നെ വെള്ളം വന്നു തുടങ്ങിയിട്ട കേസ്. അപ്പോൾ 2 ദിവസമായിട്ട് പാലക്കാട് നല്ല മഴയായതുകൊണ്ട് ഡാമിൽ നല്ല വെള്ളങ്ങളൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഈ ഭാഗത്തൊക്കെ ഇല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇതാ വെള്ളം അടിപൊളി. ഓ അടിപൊളി സീനറി, നല്ല ഭംഗിയുണ്ട്. മലകള്, മഞ്ഞ് അല്ലേ, മഴ, മഞ്ഞ്, മലകള്, കോടമഞ്ഞ്, ആഹാ പൊളി വൈബ്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഒരു ഡയലോഗ് പറഞ്ഞല്ലേ ഞാൻ. അതൊരു ട്രെൻഡിങ് ആയിരുന്നു സമയം. അതന്നെ പറഞ്ഞു. ഒരു പ്രത്യേകതകളുള്ള കേസ്, നമുക്ക് അടുത്തുനിന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ആ മലയുടെ മേലെ നിന്ന് 3-4 ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം ചാടി വരുന്നുണ്ട്. കുറച്ച് അപ്പുറത്തും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മൾ കൊല്ലംകോട് വേറെ എവിടെയൊക്കെ നെല്ലിയമ്പതിയിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ നമുക്ക് അടുത്തുനിന്ന് കാണാം. പക്ഷേ ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന കാഴ്ചകൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി വിസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വരുമ്പോൾ നല്ല മഴ വരുമ്പോൾ ഇവിടെ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ,
അപ്പം നമ്മൾ തെക്കേ മലമ്പുഴയ്ക്ക് വരുമ്പോഴേ ഫസ്റ്റത്തെ വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം. നമ്മൾ മലൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ നൂല് പോലെയല്ലേ ഉണ്ടായിരുന്നത്, പക്ഷേ ഈ താഴെ എത്തുമ്പോൾ കണ്ടില്ല കേസ് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി മലമ്പുഴയ്ക്ക് വരുന്നവർക്ക് തെക്കേ മലമ്പുഴ നമ്മുടെ കവ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ അങ്ങനെ പോയി ഡാമിൽ പോയിട്ടാണ് ഡാം ഇനി കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഡാം നിറയും. പിന്നെ നമ്മുടെ എന്താ പറയുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡാം തുറക്കുന്ന വീഡിയോകൾ അതൊക്കെ വരുന്നുണ്ട് കേസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടെ കേസ്. ഓക്കെ സമയം അടുത്ത് പോയിട്ട് ഒന്ന് എടുത്തിട്ട് വരുമോ സാർ? സൂക്ഷിച്ചു പോകണം കേട്ടോ. ഇതിൽ പോകുമ്പോൾ നോക്കിയിട്ട് വേണം പോകാം. പാറയാണ് വഴുക്കും. പായയല്ല പാറയാണ് വഴുക്കും. അപ്പോൾ കണ്ടല്ലോ കൈ സൗമ്യ അവിടെ അടുത്ത് പോയിട്ട് എടുത്ത മീൻ പാറയിൽ കൂടെ കയറി പോകുന്ന കാഴ്ചയൊക്കെ കണ്ടില്ല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഞാൻ അടുത്ത വെള്ളച്ചാട്ടത്തേക്ക് പോകാം. അപ്പോൾ ഇനിയും കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വൈബാണ് മലമ്പുഴയിൽ. ഒരുപാട് പേരാണ് വരുന്നുണ്ട്. അപ്പോൾ അറിയുന്നവരൊക്കെ എന്തായാലും മലമ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും സേഫായിട്ടൊക്കെ കണ്ടിട്ട് പോവാ. അപ്പോൾ ഒരു അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളച്ചാട്ടങ്ങൾ ഡാമിൻ്റെ പരിസരങ്ങൾ അവിടെയൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത കേസ്. പിന്നെ പാറയിൽ കയറുന്നതും ഒഴുക്കലുണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അതെ, നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് കാണുക, ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആസ്വദിക്കുക. ഓക്കെ, നല്ല മഴ വന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലെത്തിയിട്ടാ. ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് വന്ന് എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്ലേസാണിത്. ഇവിടെ ഇങ്ങനെ ആ പാറിൻ്റെ മേലെ നമുക്ക് അടുത്ത് പോയി നിൽക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക അതിന് താഴെ പോയി നിന്ന് വീഡിയോസൊക്കെ എടുക്കാം. അതും നല്ല രീതിയിൽ വരുന്ന ഒരു വാട്ടർഫോളാണ് കേസ്. ഓക്കെ, വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ ഭാഗത്ത് അല്ലേ. കോടമഞ്ഞൊക്കെ മലയിലേ കോടമഞ്ഞ് മഴക്കാറാണ് അല്ലേ. അങ്ങനെ വരുന്നു. സൂപ്പർ, അടിപൊളി കേട്ടോ അല്ലേ. കൊള്ളാം. ഈ ഭാഗത്ത് ഫുള്ള് ആണല്ലേ. ചെറിയ വെള്ളം ഒഴുക്കാണ് ഈ ഭാഗത്ത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഭംഗിയല്ല, നമുക്കൊരു വിഷ്വൽ വൈബാണ് കേട്ടോ കേസ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ നല്ല രസമുണ്ടോ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. എന്താ പറയുക, ചെറിയ മഴയും എന്താ പറയുക നല്ല അല്ലേ, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മലമ്പുഴയിലെ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോകാണ്ട് കേസ്. അടിപൊളി. ഇനിയും കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനുണ്ട്. നാളെ നമ്മൾ എന്തായാലും വന്നിട്ട് കവയിലെത്തി അപ്പോൾ ആ ഭാഗത്തെ വീഡിയോസും കൂടി എടുക്കാനാണ് വേണ്ടിട്ട് വിചാരിക്കേണ്ട കേസ്. അപ്പോൾ എന്തായാലും അടിപൊളി. ഇനി കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് പോകാം. വാ, ഇവിടെയൊക്കെ വെള്ളം കൊണ്ട് അല്ലേ. ഇതിലൂടെ ഇവിടെ മര എന്താണ് റബ്ബർ തോട്ടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ. ഡാമിൻ്റെ കാഴ്ചകളുള്ള കേസ്. ഡാമിൽ വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പോകുന്ന വെള്ളങ്ങളൊക്കെ ഡാമിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ നമ്മൾ മലമ്പുഴയിലെ ഈ പള്ളി ഞങ്ങളെപ്പോൾ വന്നാലും ഭയങ്കര ഒരു നല്ലൊരു കാമം ക്വയറ്റായിട്ടുള്ള നല്ല ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള ചെറിയൊരു പള്ളി. ബാക്കിൽ നോക്കി കഴിച്ച് ഇതിപ്പോൾ കാണാൻ അടിപൊളിയാണ്. ഈ പള്ളി നിൽക്കുന്ന ഈ സ്ഥലവും ബാക്ക്ഗ്രൗണ്ടും അല്ലേ. മഴക്കാറുകൾ ഇങ്ങനെ വരുന്നു, ആ മലമേലെ ഇങ്ങനെ വരുന്നതിൻ്റെ ഇവിടെ ഒരു പള്ളിയും അടിപൊളിയല്ലേ കാണാൻ അല്ലേ. അപ്പോൾ അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ ഭാഗത്ത് കേൾക്കണല്ലേ. നല്ല വെള്ളച്ചാട്ടം വരും. അയ്യോ നല്ല മഴ. ബാ
അടിപൊളി മഴയാണ് കേൾക്കണല്ലേ, നല്ല മഴയുണ്ട്. അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട് അല്ലേ രമ്യ? എങ്ങനെയുണ്ട് ഈ വർഷം വെള്ളച്ചാട്ടം? അടിപൊളിയല്ലേ? ഓഹാ സൂപ്പർ. മേലെന്ന് വരിക കേട്ടാ. അപ്പോൾ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ നല്ല മഴയാണ് കേസ്, മലമ്പുഴയിൽ മഴയാണ്. അപ്പോൾ ഇതാണല്ലേ വെള്ളച്ചാട്ടം ഇവിടെ ഇങ്ങനെ ചാടി. ഈ ഭാഗത്ത് നല്ലൊരു വൈബാണ് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം അങ്ങനെ പോയിട്ട് നമ്മുടെ ആ ഭാഗത്തോട്ട് പോകണം കണ്ടതാ. ഓഹാ അടിപൊളിട്ടാ. എല്ലാവരും വൈബടിക്കാണ്ട, കുട്ടികളായാലും ശരി വലിയവരായാലും ശരി അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണല്ലേ. നമുക്ക് എന്തായാലും പോവാട്ടാ. അടിപൊളി എക്സ്പീരിയൻസ് ആലപ്പുഴ വെള്ളച്ചാട്ടങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല വെള്ളയിലൊക്കെ വരാണ്ട് അടിപൊളിയെ കാണാൻ എൻജോയ് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ നമ്മൾ പോകുമ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതാ മേലെ നോക്ക്, നമ്മൾ പോകുമ്പോൾ 1-2 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ളായിട്ടാ, ഒരുപാടായി ഈ ഭാഗത്ത് ഉള്ളതാ. അവിടെയൊക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അടിപൊളി. അപ്പം മഴക്കാലത്ത് കിട്ടുന്ന ഒരു അടിപൊളി ഫീലിംഗ് ആണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുക, മഴ നനയുക.